ഇന്ന് വളരെ ലളിതമായ ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ ലളിതമായ ഒരു കുടി പാസാക്കി. എന്നിട്ട് നല്ല നാന്തരം വിശപ്പുള്ളതുകൊണ്ട് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഉപ്പുമാവും കൂടെ ചേച്ചി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ വഴുതനങ്ങ ഉലർത്തുമായിരുന്നു ബ്രഞ്ച്. എഴുന്നേറ്റത് 11 മണിക്കായിരുന്നു, ബിക്കോസ് നൈറ്റ് ജോലി കഴിഞ്ഞ് പാവം, അതായത് ഞാൻ കിടന്നപ്പോൾ ലേറ്റ് ആയിപ്പോ. ഇതാണ് എന്റെ മുടിയുടെ ശരിക്കുള്ള സത്യമായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന ഇവനെ വളരെ കഷ്ടപ്പെട്ട് ചുമ്മാ കേട്ടോ വീട്ടിലേക്ക് ഒരു പഞ്ചൊക്കെ വേണ്ടി അത്ര വലിയ പണിയൊന്നുമില്ല, യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടെ പരിഷ്കരിച്ച് സ്മൂത്ത് ആക്കി എടുക്കുന്നു, അത്ര തന്നെ. പിന്നെ കുറേ പേര് എന്നടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഹെയറിൽ ഏത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഞാൻ ലാസ്റ്റ് 2 വട്ടം ചെയ്തത് നാനോപ്ലാസ്റ്റി ആയിരുന്നു. അതിനു മുന്നേ ഞാൻ കേര ബ്ലോ ഡ്രൈ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്, അതെനിക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. പിന്നെ ഇതുമായിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് വലിയ കുഴപ്പമില്ല. കമ്മൽ എപ്പോഴും ഇടാത്ത ഞാൻ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അഭ്യർത്ഥന മാനിച്ച് വാങ്ങിച്ചു വരെ തന്നിട്ട് ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും കമ്മലിട്ടോണ്ടേ പുറത്തു പോകാറുള്ളൂ. എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ ഇത് എന്റെ കയ്യിലിരിക്കുന്നത്. അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ ഇവൻ സൂപ്പറാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഹെയറിന്റെ എന്റെ കേളോട് ചെയ്തു കേട്ടോ. അപ്പൊ ഈ ഒരുങ്ങി കിട്ടി ഞാൻ എന്റെ 2 ഫ്രണ്ട്സ് എന്റെ വീടിനടുത്ത് താമസിക്കുന്നുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.